വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്നു. മലപ്പുറത്ത് നിപ്പ മരണം എന്ന് സംശയം എന്നുള്ളതാണ്. മലപ്പുറം വണ്ടൂർ നടുവത്തെ യുവാവിൻ്റെ മരണം നിപ്പ ബാധിച്ചാണ് എന്നുള്ളൊരു സംശയം രൂപപ്പെട്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥി തിങ്കളാഴ്ചയാണ് മരിച്ചിരിക്കുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫലം വന്നാലേ നിപ്പ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിനായി ഫലം അയച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, എന്താണ് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അലക്സ്, റിജിത്ത, ബാംഗ്ലൂർ നടുവത്ത് ഒരു വിദ്യാർത്ഥി, യുവാവ് 24 വയസ്സുകാരനാണ്, ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയതാണ്. നാട്ടിലേക്കെത്തി ആദ്യ 2-3 ദിവസം കടുത്ത പനിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. കാലുവേദന അടക്കം മസിൽ വേദനയും അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ 2 സ്വകാര്യ ആശുപത്രികളിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണയിലടക്കമുള്ള 2 സ്വകാര്യ ആശുപത്രികളിലാണ് 24 വയസ്സുകാരനെ പ്രവേശിപ്പിച്ചത്. തിങ്കളാഴ്ചയാണ് അദ്ദേഹം മരിച്ചത്. ഈ മരണത്തിൽ നിപ്പ സംശയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് കണ്ടെത്താൻ ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. സ്വകാര്യ ആശുപത്രിക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടായിരുന്നു. ആ രോഗലക്ഷണങ്ങളിൽ സംശയങ്ങളുണ്ടായിരുന്നു. അതിനാലാണ് കോഴിക്കോട് പരിശോധന നടത്തിയത്. കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ നിപ്പ പോസിറ്റീവ് ആയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് തന്നെ ഈ മരണകാരണം എന്താണെന്നറിയാൻ, അല്ലെങ്കിൽ ആ നിപ്പയാണോ എന്ന സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തുകയായിരുന്നു. ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം അദ്ദേഹത്തിന്റെ സാമ്പിൾ, കൂടുതൽ സാമ്പിളുകൾ കൂടി എടുത്ത്, അതായത് നേരത്തെ എടുത്ത സാമ്പിൾ ഉണ്ടെങ്കിൽ അത് ഈ ആലപ്പുഴയിലെ NIV ഇൻസ്റ്റിറ്റ്യൂട്ടിലും അതുപോലെ പൂനെയിലേക്കും അയച്ച് നിപ്പ സംശയം ദൂരീകരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച നിർദ്ദേശം ഈ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന്, മലപ്പുറം ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർ ആ നടപടികളിലേക്ക് കടക്കും ഏറ്റവും ഉടനെ തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോഗ്യവകുപ്പും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആ യുവാവിന് 24 വയസ്സുകാരൻ നിപ്പ സംശയിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. മലപ്പുറം ആയതുകൊണ്ട്, വണ്ടൂർ മേഖല ആയതുകൊണ്ടാണ് ഒരു സംശയം നിലനിൽക്കുന്നത്. ആ രോഗകാരണം എന്താണെന്ന് കണ്ടെത്താനാകാത്തതിനാലാണ് അത് നിപ്പയാണോ എന്ന സംശയം ദൂരീകരിക്കാനുള്ള ഒരു നടപടി, അതൊരു പ്ലസ് നടപടിയാണ്, അത് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ആ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അത് പൂനെയിലെ അടക്കം അതുപോലെ ആലപ്പുഴ NIV അടക്കമുള്ള പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ നിപ്പ പോസിറ്റീവ് സ്ഥിരീകരിക്കുകയുള്ളൂ. മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഒരു സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും അതീവ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് ആ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്, ആ വിഷയത്തിൽ ഇടപെടുകയാണ്. അദ്ദേഹത്തിന്റെ സാമ്പിൾ ഏറ്റവും അടുത്ത സമയം തന്നെ പരിശോധനയ്ക്ക് അയക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. റിജിത്ത, അലക്സ്, ഈ പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം വരണം, അതിനുശേഷം മാത്രമേ അത് നിപ്പയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയൂ. എങ്കിലും ഇങ്ങനെ ഒരു സംശയം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സ്വീകരിക്കുന്ന ചില ജാഗ്രതാ നടപടികളുണ്ട്. അതിലേക്ക് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ടോ അലക്സ്? അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് റൂൾ ഔട്ട് ചെയ്യണമെന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടി. അത് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഏറ്റവും അടിയന്തരമായി തന്നെ മറ്റു ജാഗ്രതാ നടപടികളിലേക്കും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും കടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാംഗ്ലൂർ ആണ് അദ്ദേഹത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ചിരുന്ന ബാംഗ്ലൂരിലാണ്. 24 വയസ്സുകാരൻ, അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിയതാണ്. ഈ രോഗം എവിടെ നിന്ന് അദ്ദേഹത്തിന് പിടിപെട്ടു എന്നതടക്കം വ്യക്തമല്ല എന്നുള്ളതാണ്. ആ രോഗ കാരണവും വ്യക്തമല്ല, അതേത് വൈറസ് മൂലമാണെന്നുള്ള കാര്യവും വ്യക്തമല്ല. അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. നിപ്പയുടെ രോഗലക്ഷണങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ആ സംശയം ബലപ്പെടാൻ കാരണം. അതിനാലാണ് ആ സംശയം കൂടി റൂൾ ഔട്ട് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നോ നാളെയോ അദ്ദേഹത്തിന്റെ സാമ്പിൾ, അതായത് അദ്ദേഹത്തിന്റെ സംസ്കാര നടപടികളൊക്കെ പൂർത്തിയായതാണ്. ആ സാമ്പിൾ, അവശേഷിക്കുന്ന സാമ്പിൾ, അത് ആരോഗ്യവകുപ്പ് ശേഖരിച്ച് അത് ആലപ്പുഴ NIV ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അയക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ നടപടികൾ ഇന്നും നാളെയുമായി പൂർത്തീകരിക്കാനാണ് ആരോഗ്യവകുപ്പ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മറ്റു പ്രതിരോധ നടപടികളെ സംബന്ധിച്ച് ആലോചിക്കുക. എന്താണെങ്കിലും പ്രാഥമിക ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രി ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. രജിത, മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മലപ്പുറത്ത് മരിച്ച യുവാവിന് നിപ്പ സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി സ്വീകരിക്കേണ്ട പ്രാഥമികമായ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ്. ഇത് നിപ്പ തന്നെയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം പുറത്തു വരേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലപ്പുറം വണ്ടൂർ നടുവത്തെ യുവാവിൻ്റെ മരണമാണ് നിപ്പ ബാധിച്ചാണ് എന്നുള്ള സംശയം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്.